തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ വൈകിയത് ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം മൂലം. ഇന്നും ശസ്ത്രക്രിയയില്ല. തിയേറ്ററിനുള്ളിൽ രോഗിയെ കിടത്തിയ ശേഷം ഡോക്ടർമാർ ഇറങ്ങിപ്പോവുകയായിരുന്നു. രോഗി ഇപ്പോഴും തിയേറ്ററിനുള്ളിൽ തന്നെയാണ്. വിവരങ്ങളുമായി ആശുപത്രിയിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ ഡോക്ടർമാരുടെ ഈഗോ കാരണം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും ആ രോഗി ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തന്നെ കിടക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗൗതം, പേരൂർക്കടയിലെ ESI ആശുപത്രിയിൽ ഡോക്ടർമാരുടെ തർക്കമാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണമെന്നാണ് പറയുന്നത്. നിരവധി രോഗികൾ ശസ്ത്രക്രിയയ്ക്ക് കാത്തു നിൽക്കുന്നു. ഒരു രോഗി ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് ഉള്ളത്. അതായത് രാവിലെ നിശ്ചയിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിയെങ്കിൽ പോലും അവിടേക്ക് അനസ്തേഷ്യയുടെ ഡോക്ടർ എത്തിയില്ല. അനസ്തേഷ്യയുടെ എത്തിയ ഡോക്ടർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നമ്മളോടൊപ്പം ഇപ്പോൾ ഓപ്പറേഷൻ സജ്ജമായി നിന്ന ബയോപ്സി ചെയ്യാനായിട്ട് അതിൻ്റെ ഓപ്പറേഷൻ സജ്ജമായി നിന്നൊരു ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ചേച്ചിയാണ് ഓപ്പറേഷൻ നടത്തേണ്ടതാണ്. ഈ നമ്മൾ വന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നതാണ്. ചേച്ചി, എപ്പോഴായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? 11 മണിക്കാണ് പറഞ്ഞിരുന്നത്. അതിന് മുമ്പ് 2 ഉണ്ടായിരുന്നു. ആദ്യം തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ്റെ ഒരു കുട്ടിയാണ് കയറ്റിയത്. അതിന് പുറത്തിറങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല. എന്താ പറഞ്ഞത് ഡോക്ടർ ഇപ്പോൾ വന്ന് പറഞ്ഞത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് ഡോക്ടറെ സ്ഥലം മാറ്റി. ഓപ്പറേഷൻ വൈകിയതിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? ഓപ്പറേഷൻ വൈകിയത് സാറിന് ചെയ്യാൻ പറ്റില്ല. കോട്ടയത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു. അതുകൊണ്ട് സാറിന് ഒപ്പിടേണ്ടി വന്നു. അതുകൊണ്ട് നടക്കൂല. ഈ അനസ്തേഷ്യ ഡോക്ടർ വൈകിയതാണോ ഇത്രയും ഇതായിട്ട്? അനസ്തേഷ്യ ഡോക്ടർ രാവിലെ വന്നിട്ട് അവർക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് പോയെന്നാണ് പറഞ്ഞത്. വെറുതെയാണ്. 2 ദിവസം മുമ്പ് ഇതുപോലെ ഒരു പേഷ്യൻറ്റിന് തൈറോയിഡിൻ്റെ ക്യാൻസർ ആയിരുന്നു. അതിന് ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയിട്ട് അവർ മാർക്ക് വരെ ചെയ്തതിന് ശേഷം അവർ ഇറങ്ങിപ്പോയി. നേരത്തെ കഴിഞ്ഞ ദിവസം അതേ സംഭവമായിരുന്നു നടന്നത്. ഗൗതം, ഈ അനസ്തേഷ്യ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരും. ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നതിന് ശേഷം മാർക്ക്, അതായത് അനസ്തേഷ്യ കൊടുക്കേണ്ട സ്ഥലത്ത് മാർക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം അവിടുന്ന് അവർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതേ സമാനമായ ഒരു സാഹചര്യമാണ് ഇന്നും ഉണ്ടായത്. അനസ്തേഷ്യ ഡോക്ടറുടെ ഭാഗത്താണ് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പാകപ്പിഴവുകൾ ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കും ശസ്ത്രക്രിയ നടക്കേണ്ടിയിരുന്നതാണ്. മറ്റ് ഒരു രോഗി ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ കഴിയുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ അതായത് അനസ്തേഷ്യയുടെ ഭാഗത്തും അനസ്തേഷ്യ നൽകുന്ന ഡോക്ടർ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ രോഗികളടക്കം പറയുന്നത്. ഇവരെല്ലാവരും ഒന്നടങ്കം പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആശുപത്രി, അതായത് ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗികളടക്കമുള്ളവരാണ് ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നിന്ന് പ്രതിഷേധിക്കുന്നത്. ഇത്തരത്തിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ വൈകുന്നതിന് കാരണമാകുന്നതെന്നാണ് ഈ രോഗികൾ ഒന്നടങ്കം പറയുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇവിടെ രോഗികളുടെ ഭാഗത്തുണ്ടാകുന്നു. നിരന്തരം ഇത്തരത്തിൽ ഓപ്പറേഷൻ സജ്ജമായി നിൽക്കുമ്പോൾ അനസ്തേഷ്യയുടെ ഭാഗത്തുനിന്നും അവർ ഒന്നുകിൽ ശാരീരിക അസ്വസ്ഥം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെ ഓപ്പറേഷൻ വൈകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഞങ്ങൾക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെ പല ദിവസമായിട്ട് ബയോപ്സിക്ക് ഡേറ്റ് വേറെ ലാബുകളിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് സാറ് പറഞ്ഞ് എമർജൻസിയാണ്, ഒരുപാട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ആശുപത്രിയിലും ഡോക്ടർമാർ ആശുപത്രിയിൽ ബയോപ്സി ചെയ്യൂല. ഈ സർജൻ ഇന്ന് താമസിക്കാൻ പറ്റൂല, ഇന്ന് ബയോപ്സി ഇവിടുന്ന് തന്നെ ഇത് നമുക്ക് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് വേണം, എമർജൻസി ആണെന്ന് പറഞ്ഞ് ഇന്നെല്ലാം തയ്യാറെടുപ്പോട് കൂടി ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് സർജറി വിഭാഗം ഡോക്ടർമാർ അല്ലെങ്കിൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണ്, എന്നാൽ അനസ്തേഷ്യയുടെ ഇല്ലാത്തതാണ് പ്രശ്നം. അതാണോ പറയുന്നത്? അതാണ് പ്രശ്നം. അനസ്തേഷ്യ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മാത്രമാണ്. ഡോക്ടർ ഇപ്പോഴും പറയുന്ന അനസ്തേഷ്യ ഉണ്ടെങ്കിൽ ഡോക്ടർ ചെയ്യാൻ തയ്യാറാണ്. അതാണ് ഇവർ തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ അനസ്തേഷ്യ വിഭാഗവും സർജറി വിഭാഗവും തമ്മിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു. ഈ ഡോക്ടർമാർ തമ്മിലൊരു തർക്കം നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ സർജറിയിലെ ഡോക്ടർ പറയുന്നത് താൻ സർജറി ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ വിഭാഗത്തെ ഡോക്ടർ അവിടെ വന്നിട്ടൊന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരികയും അവിടെ നിന്ന് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടെന്നാണ് ഈ നിൽക്കുന്ന രോഗികളെല്ലാം, അവരുടെ കൂട്ടിരിപ്പുകാരടക്കമുള്ളവരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരെല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് നടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുകയും അനസ്തേഷ്യ കൊടുക്കേണ്ട സ്ഥലത്ത് മാർക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിനുശേഷം അവിടെ നിന്നും ഡോക്ടർ മാറിപ്പോവുകയാണ്. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ഓപ്പറേഷൻ ഒന്നുകിൽ മുടങ്ങും അല്ലെങ്കിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ്, സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് തുടരുന്നത്. കഴിഞ്ഞ ദിവസവും 5-ലധികം ഓപ്പറേഷൻ വൈകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. രോഗികളടക്കമുണ്ട്, ബയോപ്സി ചെയ്യേണ്ടവരടക്കമുള്ളവർ അതേ ഡ്രസ്സിൽ തന്നെ ഇവിടെ നിന്നും വന്ന്
നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വേണം പറയുന്നത്. കാരണം രണ്ട് വിഭാഗവും, അതായത് സർജറി വിഭാഗമായാലും ശരി, അനസ്തേഷ്യ വിഭാഗമായാലും ശരി, ഇവർ പന്താടുന്നത് ജനങ്ങളുടെ, രോഗികളുടെ ജീവിതം വെച്ചുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇടപെടൽ വേണം. രോഗികൾക്ക് ആശ്വാസം പകരേണ്ട ഒരു ഇടമാണ്. പ്രത്യേകിച്ച് ESI ആശുപത്രി എന്ന് പറയുന്ന സംവിധാനം പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള കശുവണ്ടി ഫാക്ടറിയിലും മറ്റ് അങ്ങനെയുള്ള തൊഴിലിടങ്ങളിൽ നിന്നെല്ലാം ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ് ഈ ESI ആശുപത്രിയെ സമീപിക്കുന്നത്. അവർക്ക് ഒരു വലിയ ചികിത്സ അല്ലെങ്കിൽ ഒരു ബെറ്റർ സംവിധാനത്തിലുള്ള ചികിത്സ ലഭിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണം അടക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംവിധാനത്തിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അവർക്ക് രോഗം ശുശ്രൂഷ ഉറപ്പാക്കേണ്ട ഒരു സംവിധാനം, അങ്ങനെ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു സംവിധാനത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള അനാസ്ഥ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ രോഗികളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിൽ ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമുണ്ടാകുന്നത്, ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം ഇത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അടക്കം ഉണ്ടാകും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഈ രോഗികളടക്കം ഇവിടേക്ക് പ്രതിഷേധം നടത്തുകയും ചെയ്തുകൊണ്ട് അനസ്തേഷ്യ വിഭാഗവും സർജറി വിഭാഗവും തമ്മിലുണ്ടായിട്ടുള്ള തർക്കം ഡോക്ടർമാർ തമ്മിലുള്ള തർക്കമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ഇത്തരത്തിൽ അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടെ ഇത്തരത്തിൽ നിൽക്കുന്നത്. നിരവധി പേരുണ്ട്. കാരണം ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ സർജറി. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ രോഗികളൊക്കെ പറയുന്നത് സർജറി വിഭാഗം ഓപ്പറേഷന് സജ്ജമാണ്, തയ്യാറാണ്, സർജറി ഡോക്ടറും തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അനസ്തേഷ്യ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല. അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നാൽ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ നിൽക്കുന്ന അത്രയും പേർ, രോഗികളും കൂട്ടിരിപ്പുകാരുമായിട്ടുള്ള അത്രയും പേരും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനിടയിൽ ഈ സർജറി വിഭാഗത്തിലെ ഡോക്ടർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. കോട്ടയത്തേക്ക് ട്രാൻസ്ഫറായി എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തർക്കം ESI ആശുപത്രി നിലനിൽക്കുന്നു. ESI സംവിധാനത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്കുള്ള ഡോക്ടർമാരുടെ ഇടപെടൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സമീപനങ്ങൾ, അത് രോഗികൾക്ക് വലിയ രീതിയിൽ ദുരിതം വിതയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി ഈ പേരൂർക്കടയിൽ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളോടൊപ്പം നേരത്തെ തന്നെ സംസാരിച്ച ഒരു ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ഈ ചേട്ടൻ്റെ ഭാര്യ നാവായിക്കുളത്ത് നിന്നാണ് ഇവർ വരുന്നത്. കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യുന്ന ഭാര്യ ബിന്ദു എന്നാണ് പേര്, അല്ലേ? ആ ബിന്ദു എന്ന് പറയുന്ന ആ ചേച്ചി ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും അനസ്തേഷ്യ ഡോക്ടർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്, അല്ലേ? ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ ഇന്നലെ ഡോക്ടർ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു രോഗിയുടെ കൂടെ ഉള്ള ആരാന്ന് വെച്ചാൽ അവരെ കണ്ടിട്ട് കാര്യം പറയണം, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയണ്ടേ. ഇന്ന പ്രശ്നം കൊണ്ട് ഇന്ന് നടക്കത്തില്ല ഓപ്പറേഷൻ എന്ന് വ്യക്തമായിട്ട് കാര്യം പറയണം. ഇതൊന്നും പറയാതെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ലാസ്റ്റ് എന്നെ വിളിപ്പിച്ച് സംസാരിക്കുന്ന ഗണേഷ് സാറാണ് പറയുന്നത്, സാറ് എന്നെ വിളിച്ചിട്ട് ഇന്ന് ഇതുപോലെ സംഭവിച്ചു, അനസ്തേഷ്യ ഇറങ്ങിപ്പോയി, എഴുതി വെച്ചു. 6 ഞാൻ കണ്ടു. 6 എന്ന് പറഞ്ഞാൽ 6 എല്ലാവർക്കും ഇത് ഒരു പ്രശ്നം തന്നെയാണ്. 6 ഡീസൻ്റ് ആണ്, ഒരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടാണ്. പക്ഷേ ഈ അനസ്തേഷ്യ കൊടുക്കാതെ ഒരു കാരണവശാലും ഗണേഷ് സാറിന് ഒരു സർജന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പം തന്നെ ഗണേഷ് സാറിന് സ്ഥലം മാറ്റാൻ പോകുന്ന സ്ഥലം മാറ്റിയെന്നൊക്കെയാണ് അറിയുന്നത്. പക്ഷേ അത് ഒരു കാരണവശാലും ശരിയായൊരു നടപടിയല്ല. ഗണേഷ് സാറിൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാൻ 3.5 മാസം കൊണ്ട് ഞാൻ ഗണേഷ് സാറിൻ്റെ എൻ്റെ വൈഫിനെ കൊണ്ടുവന്ന ആ ചികിത്സയിൽ ഒരേ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ലാസ്റ്റ് അനസ്തേഷ്യ ഡോക്ടറുമായിട്ട് നിങ്ങൾ സംസാരിച്ചായിരുന്നോ? അനസ്തേഷ്യ ഡോക്ടർമാർക്ക് ഇന്നലെ എന്നെ വൈഫിനെ വിളിപ്പിച്ചു. അതായത് ഇന്ന് ഓപ്പറേഷനാണ്, നിങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിന് തയ്യാറായിക്കൊള്ളണം. രാത്രിയിൽ 10 മണിക്ക് ശേഷം വെള്ളം പോലും കുടിക്കരുത്. രാവിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഓപ്പറേഷൻ കാണും. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു വേദന അനുഭവം ഒന്നും ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ നിങ്ങൾ മയക്കം വിടുമ്പോൾ ഇന്ന് പറഞ്ഞ ആ ഡോക്ടർ തന്നെയാണ് ഇന്ന് ഹാജരാകാതിരുന്നത്, അല്ലേ? അതെ. ഇവിടെ വന്നിട്ട് പോവുകയാണ് ചെയ്തത്. പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ആശുപത്രിയിൽ എത്തിയിട്ടാണ് അവർ പോയത്. അതിനകത്ത് വന്നിട്ടാണ് പോയത്. ഞാൻ കയറി പോകുന്നത് കണ്ടു, തിരിച്ചിറങ്ങി പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ചെറുതായിട്ട് ഒരു രോഗിയെ കണ്ടിരുന്നു, നിങ്ങളുടെ ഭാര്യയെ കണ്ടിരുന്നു ആശുപത്രിയിൽ, അതായത് ഓപ്പറേഷൻ തിയേറ്റർ കേട്ടതിന് ശേഷം? കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷം തന്നെയാണ് മാഡം വന്നിട്ട് പോയത്. കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഗൗതം. അനസ്തേഷ്യ ഡോക്ടർ OPയിൽ എത്തിയിരുന്നു, ഡോക്ടർ ഈ രോഗിയെ കണ്ടിരുന്നു, കണ്ടതിന് ശേഷം അവിടെ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങുകയാണ്. ഡോക്ടർമാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ്
അവിടെ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുന്നത്. ഇന്നും ശസ്ത്രക്രിയ നടക്കാനുള്ള സാധ്യതയില്ല. രോഗികൾ ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ കിടക്കുന്ന അത്രത്തോളം ഗുരുതരമായ സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. രോഗികളുടെ പ്രതിഷേധം ആശുപത്രിക്ക് പുറത്ത് രൂപപ്പെട്ടിരിക്കുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്താണ് പേരൂർക്കടയിലെ ESI ആശുപത്രിക്ക് മുന്നിൽ നിന്നും ചേർന്നത്. മറ്റു